നിലമ്പൂർ പോയ ഒരു സിംഗിൾ ഡേ വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങളെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണിത്. എൻ്റെ ആദ്യത്തെ വ്ളോഗായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് പുറപ്പെട്ടത്. ഇപ്പോൾ പിടിച്ചിട്ടാണ് പോയത്. ഒരു 9 മണി അങ്ങനെ എത്താനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ആ സമയത്ത് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഒരു റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. പത്തിരിയും മുട്ടക്കറിയല്ല കടലക്കറിയാണ് ഞാൻ കഴിച്ചത്. എനിക്ക് എവിടെ പോയാലും നാട്ടിലെ റെസ്റ്റോറൻറ്റിൽ പത്തിരിയും മുട്ടക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. കാരണം വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഈ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഒറ്റ പത്തിരിയെ കഴിച്ചിട്ടുള്ളൂ. കാരണം ഈ മോഷൻ സിക്നസിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് പോകുന്ന വഴിക്കൊക്കെ വളവ് തിരിവ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ പത്തിരിയിൽ ഒതുക്കി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കനോലി പ്ലോട്ടിലാണ്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടാണ്. ഞങ്ങൾ പോയപ്പം അധികം ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിരുന്നു. തികച്ച് അങ്ങനെ എന്താ പറയുക, കാണാനൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു കാടും ഈ തേക്കും മരങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ജങ്കാറിൽ കയറിയിട്ട് അക്കരെ പോകണം. അക്കരെ ഉള്ള കാട് കാണാനാണ് പോകേണ്ടത്. ആ ജങ്കാറിൽ പോകുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ വലിച്ചിട്ട് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ ഈ ജുറാസിക് പാർക്കിൽ ഒരു മൂവീൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അതാ ഓർമ്മ വന്നത്. അങ്ങനെ ഒരു സീനായിരുന്നു. ഫുൾ കാട്, എന്നിട്ട് അതിൻ്റെ നടുക്കൂട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ചൂട് കാലത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും ദാഹിക്കാൻ തുടങ്ങി, കൊണ്ടുവന്ന വെള്ളം എല്ലാം തീർന്നു. പിന്നെ അധികം ഞങ്ങളങ്ങനെ നടക്കാൻ നിന്നിട്ടില്ല, വേഗം തന്നെ ഞങ്ങൾ റിട്ടേൺ വന്നു. അപ്പോൾ പോകുന്ന ആൾക്കാർ നല്ലതുപോലെ വെള്ളം കരുതുക, സമ്മറാണെങ്കിൽ. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ട്രീ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. കാരണം ഉച്ചയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ചട്ടിച്ചോറായിരുന്നു കഴിച്ചത്. ഞാൻ ചട്ടിച്ചോറല്ല, ബാക്കി എല്ലാവരും ചട്ടിച്ചോറായിരുന്നു. ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. പക്ഷേ ചട്ടിച്ചോറ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചട്ടിച്ചോറ് മതിയായിരുന്നു എന്ന്. 180 ആയിരുന്നു ചട്ടിച്ചോറിന്. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കാണുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തത് കൊണ്ട്. ബട്ട് ഗുഡായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു
റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നിലമ്പൂർ മ്യൂസിയം, തേക്ക് മ്യൂസിയം കാണാനായിരുന്നു പോയത്. 1995 ഈ മ്യൂസിയം ഉണ്ടാക്കിയത്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കും ഇവിടെയാണ് ഉള്ളത്. നമുക്ക് ഈ മ്യൂസിയത്തിൽ കയറി ചെല്ലുമ്പം തന്നെ എൻട്രൻസിൻ്റെ അവിടെയായിട്ട് വലിയൊരു തേക്കിൻ്റെ വേര് കാണാം. തേക്കിൻ്റെ വളർച്ചയിൽ പല പല സ്റ്റേജസിലുള്ള തടികൾ നമുക്കവിടെ കാണാം. കൂടാതെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഇൻസെക്ട്സും തേക്കിനെ കൊണ്ടുണ്ടാക്കിയ കുറേ ഫേർണിച്ചേഴ്സും സ്കൾപ്ചേഴ്സും ഒക്കെ നമുക്കവിടെ കാണാം. പുറത്തിറങ്ങിയ വലിയ ഗാർഡനും കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ കാണാം. തേക്ക് മ്യൂസിയത്തിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബോട്ടിലാണെങ്കിൽ കൂടി, ഡിസ്പോസിബിൾ ബോട്ടിൽ അല്ലാത്ത ബോട്ടിൽസ് ആണെങ്കിൽ കൂടി നമുക്ക് അവിടെ അലൗഡ് അല്ല. അപ്പം പോകുന്ന ആൾക്കാർ സ്റ്റീൽ ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ കൊണ്ടുപോകാൻ നോക്കുക. ഭയങ്കരമായിട്ട് നടക്കാൻ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. പക്ഷേ കഴിയുന്നതും സമ്മറിൽ ഞങ്ങളെപ്പോലെ പോവാതിരിക്കുക. ഞങ്ങളെ ലിസ്റ്റിൽ 2-3 സ്ഥലങ്ങളും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഒന്നും നടന്നിട്ടില്ല. കാരണം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ട്രാവലറിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്ന ചേട്ടൻ, പുള്ളിക്കാരനോട് ചേട്ടാ ഇവിടെ നിർത്തൂ എന്ന് ചോദിച്ചാൽ ഒരു 10 കിലോമീറ്റർ അപ്പുറം പുള്ളിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പുള്ളി നിർത്തും. ഞാൻ പിന്നെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം ഫോണിൻ്റെ ബാറ്ററിയൊക്കെ തീരാനായതുകൊണ്ട്. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു നെക്സ്റ്റ് വ്ളോഗുമായിട്ട് പിന്നെ ഒരിക്കൽ കാണാം. ബൈ.